ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് സെറാഡോറ എന്നാണ്. ഇതൊരു ഫേമസ് ഡെസേർട്ടാണ്, പുഡിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് 15 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ബിസ്ക്കറ്റൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇതാ ബിസ്ക്കറ്റൊക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ആഡ് ചെയ്യാൻ. എന്നിട്ട് ഇത് നമുക്കൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബീറ്റർ വെച്ച് തന്നെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ഷുഗർലെസ് ആയിട്ടുള്ളത് എടുത്താലും കുഴപ്പമില്ല. നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ സോഫ്റ്റ് പീക്സ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സോഫ്റ്റ് പീക്സ് അല്ല, നല്ല സ്റ്റിഫ് പീക്സ് തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രീം ഒന്നുകൂടെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് നല്ല സ്റ്റിഫാക്കി എടുക്കുന്നത്. ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളിങ്ങനെ ചെരിച്ചു കൊടുക്കുമ്പോൾ താഴെ വീഴാതെ പോകുന്ന പരുവത്തിലാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ്. പിന്നെ 3-4 ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കണം. വാനില എസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ക്രീമിൻ്റെ ടേസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ഗ്ലാസ്സിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഡിംഗ് ട്രേയിലായാലും സെറ്റ് ചെയ്യാം. ഗ്ലാസിൻ്റെ ബൗളിൽ സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കത് ലെയർ ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ബിസ്ക്കറ്റിൻ്റെ ലെയറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായി ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു പോർഷൻ എടുത്ത് സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ലെയർ ഇട്ടിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ട് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാനിവിടെ ബിസ്ക്കറ്റിൻ്റെ ലെയറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ ലാസ്റ്റ് വരുന്ന രീതിയിൽ തന്നെ ഈ പുഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫൈനൽ ലെയറും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പുഡിങ് കൂടെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പുഡിങ്ങും ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും
എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.